സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരും സമസ്തയുമായുള്ള ചർച്ച നാളെ നടക്കും. വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സമസ്ത ഏകോപന സമിതിയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കും. ഭൂരിപക്ഷം രക്ഷിതാക്കളും സ്കൂൾ സമയമാറ്റത്തെ അംഗീകരിക്കുന്നുവെന്ന റിപ്പോർട്ടിലെ എതിർപ്പും സമസ്ത ഉന്നയിക്കും. ഇന്ത്യാസ് കരീം വിവരങ്ങളുമായി. ഇന്ത്യാസ്, ഇപ്പോൾ ഈ ഒരു പഠന റിപ്പോർട്ട്, അതാണല്ലോ സർക്കാർ പ്രധാനമായും ഒരു പ്രതിരോധമായി. യഥാർത്ഥത്തിൽ അങ്ങനെ പഠന റിപ്പോർട്ടൊക്കെയാണോ, ആളുകളുടെ അഭിപ്രായ സർവേ പോലെയാണോ ഇക്കാര്യത്തിൽ അഭിപ്രായം രൂപീകരിക്കേണ്ടത് എന്ന ചോദ്യമൊക്കെയുണ്ട്. നാളത്തെ ചർച്ചയോട് സമസ്തയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ ചർച്ചയിൽ? രതീഷ്, ഹിമ, ഏറെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നാളെ നടക്കുന്ന ചർച്ചയെ സമസ്ത കാണുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ നാളെ വൈകിട്ട് 3:30 ചർച്ച നടക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമസ്തയുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കളാണ് പങ്കെടുക്കുക. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളൊന്നും ഇതിൽ പങ്കെടുക്കുന്നില്ല. മദ്രസ വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും ചർച്ചയിൽ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വന്ന പഠന റിപ്പോർട്ടിൽ സമസ്ത ഇതിനോടകം എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷം രക്ഷിതാക്കളും ഈ സമയമാറ്റത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് എടുക്കേണ്ടതല്ലേ? അതിനൊരു സർവേ അടിസ്ഥാനത്തിലൊക്കെയല്ലേ എടുക്കേണ്ടത്? 6 ജില്ലകളിൽ മാത്രം ഒരു റാൻഡം ആയിട്ടുള്ള സർവേ കൊണ്ടത് ഫലവത്തല്ലല്ലോ എന്ന രൂപത്തിലാണ് സമസ്തയുടെ നേതാക്കൾ ഇതിനോടകം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ ആ അഭിപ്രായവുമായിട്ട് ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുമുണ്ട്. നേരത്തെ സമസ്തയുടെ ഏകോപന സമിതിയിൽ ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അതായത് രാവിലെയുള്ള 15 മിനിറ്റ്, ആ 15 മിനിറ്റ് വൈകിട്ടത്തേക്ക് മാറ്റി വൈകുന്നേരം അരമണിക്കൂർ എടുക്കുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വെക്കേഷൻ സമയത്തോ ഒക്കെ ഈ ക്ലാസുകൾ എടുക്കാമെന്ന ഒരു ധാരണയിലേക്ക് സർക്കാർ വരണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ സമസ്തയുടെ ഏകോപന സമിതിയിൽ വന്നിരുന്നു. അവിടെ വന്ന ഈ നിർദ്ദേശം അടക്കമുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും നാളെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രേഖയായി സമർപ്പിക്കും എന്നാണ് സമസ്തയുടെ നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഒരു അനുകൂല നിലപാടും ഉണ്ടാവും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. രതീഷ്.